ഇന്ന് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എല്ലാ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു തീമാണ് ഡാർക്ക് എഡിഷൻ, ബ്ലാക്ക് എഡിഷൻ, കാമോ എഡിഷൻ, അങ്ങനെ പല തരത്തിലുള്ള കളർ തീം ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിൾസ്. സോ MG അവരുടെ ഹെക്ടറിന് ഇന്നൊരു സ്പെഷ്യൽ എഡിഷൻ ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ആക്ച്വലി ട്രിവാൻഡ്രത്ത് മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഇന്ന് ട്രിവാൻഡ്രത്തെ MG ഷോറൂമിൽ നിന്ന് കാണാനായിട്ടും അതുപോലെ ഇതിൻ്റെ ലോഞ്ചിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. MG ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിനെ ഡാർക്ക് എഡിഷൻ എന്നോ ബ്ലാക്ക് എഡിഷൻ എന്നോ അല്ല വിളിച്ചിരിക്കുന്നത്. പകരം MGയുടെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിളിൻ്റെ പേരാണ് ബ്ലാക്ക് സ്റ്റോം എഡിഷൻ. സോ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ആൻഡ് ഫോർ ദാറ്റ് വൺസ് അഗൈൻ വെൽക്കം ടു ഓട്ടോമാസ്ക് മലയാളം. നമുക്കിവിടെ ഈ ഒരു MG ഷോറൂമിൻ്റെ ട്രെയിനർ ദീപു നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ദീപു ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ് നോർമൽ MGയും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് സ്റ്റോം എഡിഷനും തമ്മിൽ വന്നിട്ടുള്ള പ്രധാനമായ ചേഞ്ചസ് എന്ന് കൂടി നമുക്ക് തിരിച്ചറിയാം. ദീപു പ്ലീസ്. ഹായ്. സോ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ദീപുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്. സോ നമുക്ക് വാഹനം എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഈ ഒരു ബ്ലാക്ക് സ്റ്റോം എഡിഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ തന്നെ ജസ്റ്റ് നമ്മുടെ ഒരു വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കാം. ഹായ്, എൻ്റെ പേര് ദീപു. ഞാനിവിടെ ഫോർച്യൂൺ മലയാളം MGയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ MGയുടെ ബ്ലാക്ക് സ്റ്റോമിൻ്റെ കേസ് പറയുമ്പോൾ MG 2019 ലോഞ്ച് ചെയ്ത MG ഹെക്ടർ ആയിരുന്നു MGയുടെ ഫസ്റ്റ് മോഡൽ. ആ MG ഹെക്ടറിൻ്റെ ഒരുപാട് എഡിഷൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് 2023 MGയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂ ജെൻ MG ലോഞ്ച് ചെയ്തത്. അതിനുശേഷം നമുക്കിപ്പം ആസ്റ്ററിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഗ്ലോസ്റ്ററിൻ്റെ കേസിലാണെങ്കിലും എല്ലാം നമ്മൾ ഇതേപോലെ ബ്ലാക്ക് സ്റ്റോം എഡിഷൻസ് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. അതിലെ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മൾ MG ഹെക്ടറിൻ്റെ ബ്ലാക്ക് സ്റ്റോം ഇവിടെ റിവീൽ ചെയ്യുന്നത്. അപ്പം നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എസ്തെറ്റിക് ആയിട്ട് വരുന്ന ചേഞ്ചസ് ആണ് ഈ ഹെക്ടറിൻ്റെ കേസിൽ ഏറ്റവും കൂടുതലായിട്ട് അവർ നോക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും MGയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഗ്രില്ലാണ് RGയിൽ ഇൻസ്പയർഡ് ചെയ്തേക്കുന്ന ഗ്രില്ലെന്ന് പറയുന്നത്. നോർമലി MGയുടെ RGയിൽ ഇൻസ്പയർഡ് ഗ്രില്ലിനകത്ത് വരുന്നത് ഒരു ക്രോം ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ ഡാർക്ക് ക്രോം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആ ഡാർക്ക് ക്രോം ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ ആ ഗ്രില്ലിനെ സറൗണ്ട് ചെയ്തുകൊണ്ടും ഒരു ഡാർക്ക് ക്രോം വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് നമുക്ക് വരുന്നത്. ആ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പിനെ സറൗണ്ട് ചെയ്തിട്ട് വരുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലായിരിക്കും. അപ്പം ഫ്രണ്ട് ഫേസിൽ നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് ചേഞ്ചസും അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ്സിനകത്ത് ഒരു ഡാർക്ക് ക്രോം എന്ന് പറയുന്ന കളറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ചേഞ്ചസ് ആണ് ഫ്രണ്ട് ഫേസിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ടും ഉണ്ടാകുന്നത്. നമ്മളിൻ്റെ എഞ്ചിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ട്, അതായത് ഡാർക്ക് എഡിഷനകത്ത്, അതായത് നമ്മുടെ ബ്ലാക്ക് സ്റ്റോം എഡിഷനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ടർബോ എഞ്ചിൻ പെട്രോളിൻ്റെ കേസ് വരുന്നുണ്ട്. അതുപോലെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് 2 ലിറ്ററിൻ്റെ. ടർബോ എഞ്ചിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് CVT ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന ട്രാൻസ്മിഷൻ. ഓട്ടോമാറ്റിക് വേരിയൻസ് ട്രാൻസ്മിഷൻ മാത്രമേ നമുക്ക് പെട്രോൾ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഡീസലാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നത്. ദെൻ നമ്മളിത് സൈഡ് പോർഷനിലോട്ട് പോകുമ്പോഴത്തേക്കും നോർമലി MG വന്നേക്കുന്ന പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വന്നേക്കുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഫിനിഷിൽ, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, 18 ഇഞ്ചിൻ്റെ അലോയ് വരുന്നത്. ദെൻ നമ്മൾ ഈ ഡോർ ഹാൻഡിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഈ ഒരു പോർഷൻ നോർമലി വരുന്നത് ക്രോം ആണ്. അപ്പോൾ ഈ ഒരു ഡാർക്ക് എഡിഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഡാർക്ക് ക്രോം, നമ്മൾ ഫ്രണ്ടിലെല്ലാം പ്ലേസ് ചെയ്ത പോലെ തന്നെ ഒരു ഡാർക്ക് ക്രോം ആയിരിക്കും ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ദെൻ ബോഡി സൈഡ് ബീഡിങ് നമുക്ക് നോക്കുമ്പം അതിനകത്ത് മോട്ടോർസ് ആൻഡ് ഗാരേജ് എംബഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതേ സെയിം കളർ ടോണിലാണ് ഇവിടെയും അവർ ബാഡ് ചെയ്തേക്കുന്നത്. ഇതാണ് നോർമലി എന്ന് വരുമ്പോൾ ഉള്ള ചേഞ്ചസ്. ദെൻ റൂഫ് റെയിലിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, റൂഫ് റെയിൽ ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. റെയർ സൈഡിലോട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതേ കളർ കോമ്പിനേഷൻ അവരെവിടെയും ഈ പറയുന്ന റെയർ സൈഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതിപ്പം MG ഹെക്ടർ എന്ന് പറയുന്ന ഹെക്ടറിൻ്റെ ബാഡ്ജിങ് ആയിക്കോട്ടെ, അവരുടെ ലോഗോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന ടെയിലാമ്പ് ഉണ്ടല്ലോ, ഈ ടെയിലാമ്പ് എന്ന് പറഞ്ഞൊരു ലൈറ്റ്ലി സ്മോക്ക് ചെയ്തേക്കുന്ന ടെയിലാമ്പാണ് ഇവരിവിടെ പ്ലേസ് ചെയ്തത്. അതായത് ആ ഡാർക്ക് തീമിനോട് സിമിലറായിട്ട് വരുന്ന ആ ഒരു കളർ ടോണിലാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ടെയിൽ ലാമ്പ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മൾ സ്കിഡ് പ്ലേറ്റ്സ് നോക്കുമ്പോഴും നേരത്തെ ഫ്രണ്ട് ഫേസിൽ നമ്മൾ കണ്ട അതേ കളർ കോമ്പിനേഷൻ അവരിവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് പോകാം. നമ്മൾ ഇന്റീരിയറിലോട്ട് നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി നോർമലി ഒരു ഹെക്ടർ വെഹിക്കിളിനകത്തോട്ട് കയറുമ്പോൾ ഇന്റീരിയർ അല്ല നമുക്ക് ഈ ബ്ലാക്ക് എഡിഷൻ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് സ്റ്റോം എന്ന് പറഞ്ഞ കേസിൽ വരുന്നത്. നമ്മൾ നോർമലി പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു ബീജ് അല്ലെങ്കിൽ ബീജ് പ്ലസ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്യോർ ബ്ലാക്ക് ആണ്. അതായത് ആ നെയിം പറയുന്ന പോലെ തന്നെ ഇന്റീരിയർ കംപ്ലീറ്റ് ആയിട്ടും ഒരു ലെതറേറ്റഡ് മെറ്റീരിയൽസ് ബ്ലാക്ക് കളറായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന കളറാണ് ഗൺ മെറ്റൽ കളർ.
ഈ ഗൺമെറ്റൽ കളർ ഇവിടെ ആ ഡോർ പാഡ് തൊട്ട് ഇങ്ങോട്ട് വരുമ്പം എല്ലാ പോർഷൻസിലും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ഡോർ പാഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ മനസ്സിലാവും ആ പോർഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു പോർഷനിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ടും ഇതേ ഗൺമെറ്റൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈനലി ഇനി ഡാർക്ക് എഡിഷൻ, അതായത് ബ്ലാക്ക് സ്റ്റോമിനകത്ത് വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ കാലിപ്പേഴ്സിൻ്റെ ആണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടും റെയർ കാലിപ്പേഴ്സും റെഡ് ഇൻ കളറിലാണ് അവർ മെൻഷൻ ചെയ്തത്. ഒരു സ്പോർട്ടി ലുക്ക് വരാൻ വേണ്ടി റെഡ് ഇൻ കളറിലാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എസ്തെറ്റിക് ചേഞ്ചസുകളാണ് നോർമൽ MG ഹെക്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് സ്റ്റോം എഡിഷനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ദീപു ബ്രോ പറഞ്ഞതനുസരിച്ച് ഇത്രയും ചേഞ്ചസ് ആണ് നമ്മുടെ MGയുടെ ബ്ലാക്ക് സ്റ്റോം എഡിഷനിൽ വന്നിട്ടുള്ള കാര്യമായ മാറ്റങ്ങൾ. എസ്പെഷ്യലി കോസ്മെറ്റിക് അപ്ഗ്രേഡ് ആണ് ഈ ഒരു വാഹനത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതും മാറ്റങ്ങളായിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു വാഹനമായിട്ട് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ട്രിവാൻഡ്രത്തുള്ള ഫോർച്യൂൺ MG ഡീലർഷിപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണിത്. സോ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ വാഹനം എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തമാക്കാനും സാധിക്കും. വാഹനം നേരിട്ട് വന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡ്രൈവ് എടുക്കുക, ഡ്രൈവ് എടുത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ആണ് സൈനിങ് ഓഫ് വിത്ത് MG ഹെക്ടർ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ. ബൈ ബൈ.